ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു തക്കാളി ചട്നിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഇത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഈ തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഞാൻ ഏത് ഓയിലാണെന്ന് എടുത്ത് പറയാത്തത്, നമ്മളിപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 8-10 അല്ലി വെളുത്തുള്ളി ഉണ്ട്. തീരെ ചെറിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 വെളുത്തുള്ളി അല്ലി വേണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൂടി. ഈ ഉഴുന്നെല്ലാം ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആവുന്നതുവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ലൈറ്റായിട്ട് ഇപ്പോൾ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് അരിയണമെന്ന് തന്നെ ഇല്ല, പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്. ഈ സവാളയും നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയും ഇപ്പോൾ നല്ലതുപോലെ വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൂടി ചേർക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് 1 മിനിറ്റ് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം ഇപ്പോൾ നല്ലതുപോലെ വഴണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. പിരിയമുളകാണ്, അധികം എരിവില്ലാത്ത മുളകാണ്, അതിൻ്റെ പേരിലാണ് 2 ടീസ്പൂൺ മുളക് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നാൽ ശരി, ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെറുതായിട്ട് താളിച്ച് കൂടി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില കൂടി ചേർക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് കായപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ കായപ്പൊടി ചേർക്കാനായിട്ട് ആരും മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തക്കാളി ചട്നി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം ഫുള്ളും നല്ലതുപോലെ വറ്റിയിട്ട് വരുന്നത് വരെയും ഇതൊന്ന് ഫ്ലെയിമിൽ കിടക്കണം. ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിരുന്നാൽ മതി. നമ്മുടെ തക്കാളി ചട്നി ഇപ്പോൾ നല്ലതുപോലെ കുറുകിയിട്ട് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഇത്രയും കുറുകി വരണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ, അപ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ എടുക്കാം. ഇതുപോലെ ഇത്രയും കുറുകിയതിന് ശേഷം എടുക്കാം. നമ്മുടെ ഇഷ്ടമാണ്. ടേസ്റ്റ് രണ്ടും ഒരുപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ഇട്ട് വേണം. ഞാനിപ്പോൾ ഇതിൽ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തക്കാളി ചട്നിയാണിത്. ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു തക്കാളി ചട്നിയാണ്. ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഷമീസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.